അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് പി യു റെഗുലേഷൻസ് ചാപ്റ്റർ 2024 ചാപ്റ്റർ 2 ആണ്. ഫസ്റ്റിൽ നമ്മൾ ചാപ്റ്റർ 1 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ് ആൻഡ് ഡെഫിനിഷൻസ്. ഓക്കെ, റെഗുലേഷൻ 1 and 2 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡെഫിനിഷൻസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇത് പോസ്റ്റ്, ഡയറക്ടർ ജനറൽ, അക്കൗണ്ടബിൾ ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 2A മുതൽ 2R വരെ ഉണ്ടായിരുന്നു ഡെഫിനിഷൻസ്. ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 നോക്കുന്നു. ഇതിൽ ജനറൽ എന്നുള്ളതായിരുന്നു ചാപ്റ്ററുടെ പേര്. ആൻഡ് ഇതിൽ റെഗുലേഷൻസ് കുറേ ഉണ്ട്. 3 മുതൽ 40ാമത്തെ റെഗുലേഷൻസ് വരെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രം, കുറച്ച് റെഗുലേഷൻസ് നമുക്ക് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഇതിന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ റെഗുലേഷൻ നമ്പർ 3, ബിസിനസ് അവേഴ്സ്. പോസ്റ്റ് ഓഫീസ് എപ്പോഴൊക്കെ വർക്ക് ചെയ്യണം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് എത്ര മണിക്കൂർ ചെയ്യണം എന്നുള്ളത് ആണ് ഈ ബിസിനസ് അവേഴ്സിൽ പറയണത്. അപ്പോൾ ബിസിനസ് അവേഴ്സിൽ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു, ഓരോ പോസ്റ്റ് ഓഫീസും ഓരോ സമയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് പുതിയ റെഗുലേഷൻസ് വന്ന മുതൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫോർ റെഫറൻസസ് ആൻഡ് എൻക്വയറീസ് ഫുൾ ടൈം വർക്കിംഗ് ഓഫീസ് അവേഴ്സ് വർക്കിംഗ് ഫുള്ള് നോക്കണം. കൗണ്ടർ വർക്കിംഗ് ടൈം 6 hours ആണ്. മണി റെമിറ്റൻസ് 6 hours ആണ്. സേവിങ്സ് ബാങ്ക് 6 hours ആണ്. ഇത് എല്ലാ നോർമൽ ഡേയ്സിലും ഇൻക്ലൂഡിങ് സാറ്റർഡേയ്സ് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യണമെന്നാണ് പുതിയ റെഗുലേഷൻസിലുള്ളത്. ഓക്കെ, ആൻഡ് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ഷാൽ ബി കെപ്റ്റ് ഓപ്പൺ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 5 hours. 5 hours BO വർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ഫോർത്ത് regulations. Fourth part 1, circle head, regional head, divisional heads are empowered to specify the period for which the post office under their jurisdiction, during which the business is transacted with the public or customer, and at the time at which items are to be delivered and dispatched, keeping in the view maximum working hours, business hours, local convenience, and arrival and departure of mails of the items and working of the post office counters. ഓക്കെ, സർക്കിൾ ഹെഡ്, റീജിയണൽ ഹെഡ്, ഡിവിഷണൽ ഹെഡ്സ് എല്ലാവർക്കും എന്താണ് ഈ ഒരു ഇത് വെച്ചിട്ട് കുറച്ച് മുന്നിൽ മേലെ നമ്മൾ ടേബിൾ നോക്കിയല്ലോ, അത് വെച്ചിട്ട് ഓഫീസ് അവേഴ്സും മാറ്റാനും വെക്കാനും അതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. ആർക്കൊക്കെ? റീജിയണൽ ഹെഡ്, സർക്കിൾ ഹെഡ്, ഡിവിഷണൽ ഹെഡ്. ഓക്കെ, then circle head or regional head. Circle head or regional head, if it is necessary or expedite to meet the requirement of the public or in any special circumstances, specify the business hours and the days other than the working days, including Sundays and holidays, during which the post office shall be open for business. Kind of transaction availed during such business hours, maximum number of items that may be tendered for booking during the business hours to meet the rush of work in the post office and to ensure the equitable availability of the facilities to the public. Okay, അപ്പോൾ സർക്കിൾ ഹെഡോ റീജിയണൽ ഹെഡ്സിനോ നോർമൽ വർക്കിംഗ് ഡേയ്സിന് പുറമെ ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സിൽ എക്സ്ട്രാ ഓൺ സൺഡേസ് അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സമയത്ത് ഏതൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും, എത്ര മണി വരെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്തൊക്കെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ നോർമൽ വർക്കിംഗ് ഡേയ്സിന് പുറമേ ബാക്കിയുള്ള എന്ത് ട്രാൻസാക്ഷൻസും ഓതറൈസ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? ഒന്നോ റീജിയണൽ ഹെഡ് അല്ലെങ്കിൽ സർക്കിൾ ഹെഡ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പോയിന്റ്, fifth regulation, payment of postage and other sums chargeable on items. Postage shall be generally paid on the modes mentioned in Rule 9. The prepayment of postage and other sums payable on an item shall be mandatorily except otherwise mentioned in these regulations. ഓക്കെ, പേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് ആൻഡ് അതർ സംസ് ചാർജബിൾ ഓൺ ഐറ്റംസ്. ഓക്കെ, എങ്ങനെ നമുക്ക് പോസ്റ്റേജ് പേയ്മെൻറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ചാർജുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് റൂൾ നമ്പർ 9 പറയുന്നുണ്ട്. ആൻഡ് പ്രീപേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് ആൻഡ് അതർ സംസ് പേയബിൾ ഓൺ ആൻ ഐറ്റം ഷാൾ ബി മാൻഡേറ്ററി എക്സെപ്റ്റ് അതർവൈസ് മെൻഷൻഡ് ഇൻ ദ റെഗുലേഷൻസ്. ഓക്കെ, ഇപ്പോൾ പ്രീപേയ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൈസ എങ്ങനെയാണോ അടയ്ക്കാൻ പറ്റുന്നത് അതുവഴി നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്
postage on unaccountable items and unpaid items. If postage if the postage required on the unaccountable items which has been imposed stamp on it is more than the value of the sum printed on them, difference shall be made good by affixing additional postage stamps on the requisite value. Unpaid and insufficiently paid articles are liable to be kept on hold for charging the postage due on them. Okay. അപ്പോൾ സിക്സ്ത് റെഗുലേഷൻസിൽ പോസ്റ്റേജ് ഓൺ അൺഅക്കൗണ്ടബിൾ ആർട്ടിക്കിൾസ് ആൻഡ് അൺപെയ്ഡ് ഐറ്റംസ്. ഓക്കെ, അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള ഐറ്റംസിൽ പോസ്റ്റേജ് ഡ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എംപോസ്ഡ് ഐറ്റംസിൽ അതിൽ സ്റ്റാമ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അതിലെന്താണ്, കവറിൽ ഇത്ര 5 രൂപയുടെ കവറാണെങ്കിൽ അതിലെക്കാട്ടിയും കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പുതിയൊരു വേറെ അതിൻ്റെ എത്രയാണോ വേണ്ടത് അതിന് വേണ്ട സ്റ്റാമ്പുകൾ ഒട്ടിച്ചിട്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ അതിൻ്റെ സെക്കൻഡ് ഇതിൽ അൺപെയ്ഡ് ഓർ ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് ആണെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഹോൾഡ് ചെയ്യും. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അൺപെയ്ഡ് ഓർ ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് ആർട്ടിക്കിൾസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ടു ബി കെപ്റ്റ് ഹോൾഡ് ഫോർ ചാർജിങ് ദ പോസ്റ്റേജ് ഡ്യൂ ഓൺ ദം. ഓക്കെ, അത് എന്താണ്, ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പോസ്റ്റേജ് നമ്മൾ ഡ്യൂ കിട്ടിയതിന് ശേഷം മാത്രമേ അത് ഡെലിവറി ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, റെഗുലേഷൻ 3 വർക്കിംഗ് ഹവേഴ്സിൻ്റെ കാര്യങ്ങൾ. റെഗുലേഷൻ 4 എന്താണ്, ഡിവിഷണൽ ഹെഡിൻ്റെയും റീജിയണൽ ഹെഡിൻ്റെയും അല്ലെങ്കിൽ സർക്കിൾ ഹെഡിൻ്റെ പെർമിഷനിൽ അതിൻ്റെ വർക്കിംഗ് അവേഴ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ ടൈമിങ്ങുകൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതുണ്ട്. ആൻഡ് എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സും സൺഡേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സർക്കിൾ ഹെഡോ റീജിയണൽ ഹെഡിൻ്റെയോ കാര്യങ്ങളുണ്ട്. പേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് ആൻഡ് അതർ സംസ് പേയബിൾ ഓൺ ഐറ്റംസ്, എങ്ങനെയൊക്കെയാണ് പൈസ പോസ്റ്റ് ഓഫീസിൽ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 5th പറയണത്. 6th പറയണത് എന്താണ്, പോസ്റ്റേജ് ഓൺ അൺഅക്കൗണ്ടബിൾ ഐറ്റംസ്. നമുക്ക് പ്രീപെയ്ഡ് ആയിട്ട് കുറച്ച് എംപോസ്ഡ് എൻവലപ്പിൽ കുറച്ചും കൂടെ സ്റ്റാമ്പുകൾ വേണമെങ്കിൽ നമുക്ക് എന്താണ് അത് അഫിക്സ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ അൺപെയ്ഡ് ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് 6th പറയണത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ അല്ലേ?